ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ട്രാവൽ വ്ളോഗാണ്. തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അതെ, കോയമ്പത്തൂരിലെ ആദിയോഗി സ്റ്റാച്യു കാണുവാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. കോയമ്പത്തൂർ മുതലുള്ള വീഡിയോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കോയമ്പത്തൂരിൽ നിന്ന് ആദിയോഗി വരെ 40 രൂപയാണ് ബസ് ചാർജ് വരുന്നത് ഒരാൾക്ക്. ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ആദിയോഗിയിലേക്കുള്ള ബസ് കിട്ടുക. എല്ലാ ബസ്സിനും നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് കയറി ഗാന്ധിപുരത്ത് വന്നിറങ്ങി അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്നു. ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ആദിയോഗിയിലേക്ക് പോയത്. ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. ഷൂവ്, ബെൽറ്റ്, പേഴ്സ്, അതുപോലെ തന്നെ ബാഗ് തുടങ്ങിയ എല്ലാത്തിനും ഇവിടെ റേറ്റ് കുറവാണ്. ഇവിടെ കണ്ടാൽ നമ്മുടെ എറണാകുളത്തെ മേനകയില്ലേ, അവിടെ ഇങ്ങനെയാണല്ലോ, റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് എറണാകുളത്തെ മേനകയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ബസ് വന്നു, ബസ് കയറി. ഈ ബസ് കയറിയിട്ടുള്ള 98% ആൾക്കാരും ആദിയോഗിയിലേക്കുള്ളവരായിരുന്നു. അങ്ങനെ ഗാന്ധിപുരത്തു നിന്ന് ആദിയോഗിയിലേക്കുള്ള ബസ്സിൽ കയറിയിരുന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ കുറേ നാളായിട്ടുള്ള ആഗ്രഹം ഇന്ന് പൂവണിയും പോവാണ്. കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു സ്ഥലത്ത് വരണമെന്ന്. കുറേ ആൾക്കാരുടെ യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരുപാട് ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് വരണം എന്നുള്ളത്. ഈ ഒരു എൻട്രൻസ്, ഇവിടെ പുണ്യതീർത്ഥ കുളമുണ്ട്, അവിടെ നമുക്ക് കുളിച്ച് തൊഴാൻ പറ്റും. അപ്പം അങ്ങോട്ട് പോകേണ്ട എൻട്രൻസ് ആണ് ഇപ്പോൾ കണ്ടത്. ബസ് ഇറങ്ങി നമ്മുടെ പേഴ്സ്, മൊബൈലൊക്കെ ഇവിടെ സൂക്ഷിക്കാനായിട്ടുള്ള ലോക്കറുണ്ട്, അവിടെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ലോക്കറിൽ നമ്മുടെ ബാഗ്, ഫോണ്, അതായത് മൊബൈൽ ഫോണൊക്കെ അവിടെ ലോക്കറിൽ വെച്ചിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് ആ ഒരു പുണ്യതീർത്ഥ കുളത്തിലേക്ക് പോകണമെങ്കിൽ മൊബൈലൊന്നും അങ്ങോട്ട് അലൗഡ് അല്ല. മൊബൈലും ബാഗൊക്കെ സൂക്ഷിക്കുന്നത് ഫ്രീ ആണ്, അവിടെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബസ് ഇറങ്ങി ഞങ്ങൾ ബാഗും അതുപോലെ മൊബൈലൊക്കെ ലോക്കറിൽ വെച്ചതിന് ശേഷം തീർത്ഥക്കുളത്തിൽ പോയി കുളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ആദിയോഗി സ്റ്റാച്യു കാണുവാൻ വേണ്ടി പോയത്. ഇവിടുന്ന് ആ ഒരു ആദിയോഗി സ്റ്റാച്യു വരെ കുറച്ച് നടക്കേണ്ടതുണ്ട്. അപ്പോൾ നടക്കാൻ വയ്യാത്തവർക്കൊക്കെ ഇതുപോലത്തെ കാളവണ്ടി, അതുപോലെ തന്നെ ഇലക്ട്രിക് ചെയ്തുണ്ട്, ഇതുപോലത്തെ വണ്ടിയൊക്കെ ഉണ്ട്. 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയിട്ട് അവർ ഈടാക്കുന്നത്. അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷമാണ് ആദിയോഗി സ്റ്റാച്യു കാണുവാൻ വേണ്ടി ഞങ്ങൾ പോയത്. ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ അവിടെ. ആ ഒരു മണ്ണിൽ നമ്മൾ കാല് കുത്തുമ്പോഴേക്കും ഒരു വല്ലാത്ത വൈബ്, ഒരു വല്ലാത്ത എനർജി നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ആദിയോഗി സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി വണ്ടി കയറി. 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. രാത്രി 7 മണിക്ക് ഇവിടെ ലൈറ്റ് ഷോ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആൾക്കാർ കാണുവാൻ വേണ്ടി മറക്കണ്ട. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. എനിക്ക് മാത്രമല്ല, ഇവിടെ വരുന്ന ഓരോ വ്യക്തികൾക്കും ആ ഒരു അനുഭൂതിയായിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ തീർത്ഥക്കുളത്തിൽ കുളിച്ച് തീർത്ഥക്കുളത്തിലുള്ള 3 ശിവലിംഗത്തിലും നമ്മുടെ കൈകളാൽ ജലധാര അർപ്പിക്കാം. അതൊക്കെ കഴിയുമ്പോൾ കിട്ടുന്നൊരു വല്ലാത്ത പോസിറ്റീവ് എനർജി ഇതിന്റെ ബാക്കി എനിക്ക് മാത്രമല്ല, ഞാൻ അവിടെ വരെയും ഓരോ കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇവിടെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. അത് നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് അനുഭവിച്ചറിയണം. ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ്. ഇടദിവസമായാൽ പോലും നല്ല തിരക്കാണ്. അത്രയും ആൾക്കാരാണ് ദിനം പ്രതി ഇവിടെ വന്നു പോകുന്നത്. അപ്പം നിങ്ങൾ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം, വന്ന് ഇവിടെ അനുഭവിച്ചറിയുക തന്നെ ചെയ്യണം. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം. വീഡിയോ ലൈക്ക് ചെയ്യാൻ